എഞ്ചിനിൽ തീ കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കിയ ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരെ കൊച്ചിയിലെത്തിച്ചു. ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ പ്രത്യേക വിമാനത്തിൽ 12 മണിയോടെയാണ് യാത്രക്കാരെ കൊച്ചിയിലെത്തിച്ചത്. ഇന്നലെ രാത്രി കൊച്ചിയിലേക്ക് പുറപ്പെടുമ്പോഴാണ് എഞ്ചിനിൽ തീ ശ്രദ്ധയിൽപ്പെട്ടത്. सभी यात्रियों से निवेदन अपने स्थान पर ही बैठे रहें. Requesting all passengers to remain seated. ശരിക്കും Remain seated. Please be seated. Excuse me, please be seated. Remain seated. Please be seated. Everything is under control. Be seated. Everything is under control. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ടിരുന്ന ബാംഗ്ലൂർ വിമാനത്തിൽ എയർ ഇന്ത്യ വിമാനത്തിൽ തീപടർന്നതിനെ തുടർന്ന് വലിയ ആശങ്കകളുണ്ടായത്. ഇപ്പോൾ യാത്രക്കാർ ഇവിടേക്ക് കൊച്ചി വിമാനത്താവളത്തിലേക്ക് കുറെ പേരെ എത്തിക്കൊണ്ടിരിക്കുന്നു. യാത്രികനായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? ടേക്ക് ഓഫിന് ശേഷം എഞ്ചിൻ തീ പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ലാൻഡ് ചെയ്തു ഞങ്ങൾ. അപ്പോഴേക്കും ഫയർ നല്ല ഹെവിയായി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫയർ എഞ്ചിനൊക്കെ വന്ന് ഞങ്ങൾ എമർജൻസി ലാൻഡ് ചെയ്ത് എല്ലാവരും ചാടി പുറത്തേക്ക് കിടന്നു. വീണപ്പോൾ ചെറിയ പൊട്ടൽ അത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞതിന്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടി വന്നു? ഇങ്ങോട്ട് നന്നായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇല്ല, പ്രത്യേകിച്ച് എയർ ഇന്ത്യ ഒന്നും ചെയ്തില്ല. തീർച്ചയായും. കാരണം വെച്ചാൽ ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആയിരുന്നു. ഒരു 1 ഹവറോളം ഡിലേ എക്സ്ട്രാ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബ്ലാസ്റ്റ് ചെയ്യണ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. സൗണ്ട് കഴിയുമ്പോഴത്തേക്കും സ്പാർക്കിംഗ് വന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റ്സോളം അവർ മേലെ ഹോൾഡ് ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് അവർ താഴേക്ക് വരെ ഹോൾഡ് ചെയ്യാമെന്ന് കൊണ്ടുപോയി. അതിനുശേഷം ഇവാക്വേഷൻ പറഞ്ഞു. എല്ലാവരും ചാടി ഓടുക ചെയ്തേ. ഭയങ്കര റിസ്ക് ആയിരുന്നു. അതിനുശേഷം എയർപോർട്ടിലും കിടന്ന് സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ വെച്ചാൽ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യം ചെയ്തില്ല. ഇറങ്ങിയത് ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടേക്ക് ഓഫ് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്ലെയിനിന് ഇങ്ങനെ കുലുക്കൊന്നും സംഭവിച്ചില്ല. എന്തോ ഒരു കിടക്കട ശബ്ദം വന്ന പോലെ ചിറകിന്റെ അവിടെ നിന്ന് കേട്ടു. വീണ് കൈയൊക്കെ പൊട്ടി, ഇവിടെ പൊട്ടി. നിങ്ങൾ ജമ്പ് ചെയ്യായിരുന്നു. എമർജൻസി ആയിരുന്നല്ലോ. അല്ലാതെ പേടിച്ചു. എല്ലാവരും പേടിച്ചു. കൊച്ചു 1 വയസ്സുള്ള 2 വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു. ഞങ്ങൾ ഗ്രൗണ്ടിൽ കൂടി കുറെ ഓടി. പൊട്ടുമെന്ന് വിചാരിച്ചേ ഞങ്ങൾ കുറെ ഓടി. പലരും തന്നെയും അവർക്ക് സംഭവിച്ച, അവർക്ക് നേരിട്ട ആ ഒരു വൈഷമ്യങ്ങൾ ഇതെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായിരുന്നു സംഭവിച്ചത് നിങ്ങൾക്ക്? ഞാൻ എന്താ പറയുക, 10:40 ഫ്ലൈറ്റ് ആയിരുന്നു. 10:40 ഫ്ലൈറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നല്ല ഫയർ വന്നു. അപ്പോൾ പൈലറ്റ് അത് തിരിച്ചു വിട്ടു. ഞങ്ങൾ ഒരു 11:15 ആയപ്പോഴേക്ക് തിരിച്ച് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു ഇവാക്വേഷൻ ഡോറിൽ കൂടെ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സ്ട്രഗിൾ ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ സാധനങ്ങൾക്കാണെങ്കിലും നോ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 10:15 ഫ്ലൈറ്റാണ് ഞങ്ങൾ കയറ്റിയിരുത്തിയത്. അതായത് എനിക്ക് തോന്നുന്നു 11 o'clock അത് വിട്ടത് തന്നെ. ഐ തിങ്ക് ദർ ആർ സ്റ്റിൽ പീപ്പിൾ നോ ബോർഡിംഗ് ഇൻ വിസ്താര. ലഗേജസ് ഞങ്ങൾക്കൊരു മോർണിംഗ് 3 o'clock ഹാൻഡ് ലഗേജസും ഇത് ലഗേജസും തന്നു. പക്ഷെ അതൊരു ഭയങ്കര ഒരു ലൈഫ് ആണ്. കാരണം അത് ഒരു ഭാഗ്യമാണെന്ന് പറയാൻ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ. പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിന്റെ ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ് അവർ പറയുന്നത്. കാരണം അത്ര കണ്ട് അവർ അതിനകത്ത് ഭയചകിതരായിരിക്കുന്നു. ഇപ്പോൾ ഈ വിമാനത്താവളത്തിലേക്ക് പലരും തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരവരുടെ അനുഭവങ്ങൾ പറയുകയും എല്ലാം തന്നെ ചെയ്യുന്നു. എന്തായാലും യാത്രക്കാർ വളരെ രക്ഷപ്പെട്ടതിന്റെ വലിയൊരു ആശ്വാസത്തിലാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18.